മാഞ്ചസ്റ്ററിലെ ജൂത ദേവാലയത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 മരണം. ജൂത ദേവാലയത്തിന് പുറത്ത് ആളുകൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ അക്രമി ആളുകളെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയതായി വിവരങ്ങളുമായി ലണ്ടനിൽ നിന്ന് അനൂപ് ഗോപിനാഥ് ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് സംഭവിച്ചത്? നീലിമ, ഇവിടത്തെ സമയം രാവിലെ 9:30 കൂടിയാണ്, അതായത് നാട്ടിലെ സമയം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് രാജ്യത്തെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഇംഗ്ലണ്ടിലെ ലണ്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ് മാഞ്ചസ്റ്റർ. ഈ മാഞ്ചസ്റ്ററിൽ നിന്നും 6 കിലോമീറ്റർ മാറി നോർത്തേൺ മാഞ്ചസ്റ്ററിൽ ഈ ജൂത സമൂഹം കൂടുതലായി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള സിനഗോഗിലാണ് അക്രമി ഇന്ന് ഇത്തരത്തിലൊരു അക്രമം നടത്തി അത് 2 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കി. ഈ ജൂത കലണ്ടർ ജൂതരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ഒരു വിശുദ്ധ ദിനമാണ്. ഈ വിശുദ്ധ ദിനത്തിൽ ആരാധനാലയത്തിൽ എത്തിയവർക്ക് നേരെയാണ് അക്രമം നടന്നത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. അതിനുശേഷം ദൃക്സാക്ഷികൾ വിവരിക്കുന്നതിന് പ്രകാരം ഈ കാർ ഓടിച്ചു കയറ്റിയതിനു ശേഷം അക്രമി പുറത്തിറങ്ങി കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു. ഈ കാർ ഓടിച്ചു കയറ്റി 2 പേർ തൽക്ഷണം തന്നെ നിലത്ത് വീണ് മരിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെയുള്ളവരെ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരിക്കേറ്റ 3 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളുടെയും ഒപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡിന്റെയും സമയോചിത ഇടപെടൽ മൂലം ഇയാൾക്ക് ഈ സിനഗോഗിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്നവർ എമർജൻസി നമ്പറിലേക്ക് 999 വിളിക്കുകയും 7 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് എത്തി അക്രമിയെ വെടിവെച്ചിടുകയുമായിരുന്നു. പോലീസ് വന്ന സമയത്ത് ഇയാൾ കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ സിനഗോഗിലെ വാതിലുകൾ തകർക്കാനുള്ള ശ്രമമായിരുന്നു. പോലീസ് 2 തവണ വാണിംഗ് കൊടുത്തു. മൂന്നാമത്തെ അതിനുശേഷമാണ് വെടിവെച്ചു കൊന്നത്. ഒരുപക്ഷെ ഈ അക്രമി സിനഗോഗിനുള്ളിലേക്ക് കയറിയിരുന്നുവെങ്കിൽ വലിയ ഒരു കൂട്ടക്കുരുതി തന്നെ അവിടെ നടക്കുമായിരുന്നു. ഏതായാലും അത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോയില്ല. അവിടെ ഉണ്ടായിരുന്നവരുടെ സംയോജിത ഇടപെടൽ മൂലം അക്രമി ആ സിനഗോഗിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇരിക്കുകയും അതുവഴി പോലീസിന് കൃത്യമായി അയാളെ വെടിവെച്ച് വീഴ്ത്തുവാനും സാധിച്ചിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം രാജ്യം മുഴുവൻ വലിയ ഒരു അലർട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇത് ഭീകര ആക്രമണം തന്നെയാണ് എന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസും ഇവിടുത്തെ ഭീകരവിരുദ്ധ സേനയും പ്രസ് മീറ്റ് നടത്തി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അക്രമിയെക്കുറിച്ച് കൊല്ലപ്പെട്ട അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചു എന്നും പറയുന്നു. പക്ഷേ ഇപ്പോൾ മറ്റ് സുരക്ഷാ കാരണങ്ങളാൽ അക്രമിയുടെ പേര് പുറത്തുവിടാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തതായും വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നടുക്കം രേഖപ്പെടുത്തി. അദ്ദേഹം ഡെൻമാർക്ക് സന്ദർശനത്തിലായിരുന്നു. ആ സന്ദർശനം നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം ഉച്ചയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഒരു കോബ്ര മീറ്റിംഗ്, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴുള്ള ആ ഒരു മീറ്റിംഗ്, രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള ഒരു എമർജൻസി മീറ്റിംഗ് ഇവിടെ നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ പറഞ്ഞത് ഈ ലണ്ടനിലുള്ള എല്ലാ സിനഗോഗിലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തെ ജൂത വംശജരെ സംരക്ഷിക്കുക എന്നത് ഇവിടുത്തെ നിലപാടാണ് എന്നുകൂടി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഏതായാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയമൊക്കെ ലോകത്ത് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഇംഗ്ലണ്ട് തങ്ങളുടെ ഒരു നിലപാട് ഇപ്പോൾ അറിയിച്ചു. പലസ്തീനോട് അടുത്ത് നിൽക്കുന്ന ഒരു നിലപാട്, ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണം എന്ന ഒരു നിലപാടിലേക്ക് ബ്രിട്ടൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ജൂതർക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണത്തെ വലിയ ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ കണക്കാക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ 2 രീതിയിലാണ് അവിടെ ആക്രമണം ഉണ്ടായത്. കാർ ഇടിച്ച് കയറ്റി അതിനുശേഷം കത്തി ഉപയോഗിച്ച് കുത്തി കൊല്ലുവാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അനൂപ് ഗോപിനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.